Question number 2. What is the relative decrease in focal length of a lens for an increase in optical power by 0.1 d? D means diopter from 2.5 d. 2.5 d പവർ ഉള്ള ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ 0.1 d ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേറ്റീവ് ഡിക്രീസ് ഇൻ ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് ഫ്രം റേ ഒപ്റ്റിക്സ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്യുക, റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. പവറും ഫോക്കൽ ലെങ്ത്, പവർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് ഫോക്കൽ ലെങ്ത്. സോ വാട്ട് ഈസ് പവർ? പവർ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ ഫോക്കൽ ലെങ്ത് അല്ലേ. സോ ക്വസ്റ്റ്യനിൽ പവർ തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് ആണ് തരാത്തത്. സോ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ പവർ. ആൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ടേം എന്താ? വാട്ട് ഈസ് ദ റിലേറ്റീവ് ഡിക്രീസ് ഇൻ ഫോക്കൽ ലെങ്ത്. റിലേറ്റീവ് ഡിക്രീസ് ഇൻ, അതായത് ഫോക്കൽ ലെങ്ത് പവർ കൂട്ടിക്കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കുറയും. സോ എത്രത്തോളമാണ് അതിൻ്റെ ചേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഫോക്കൽ ലെങ്ത്തിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൈനസ് ഫൈനൽ, കാരണം കുറയാണല്ലോ ചെയ്യുക, ഡിവൈഡ് ബൈ എഫ്. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം. സോ നമുക്ക് ആദ്യം ഫോക്കൽ ലെങ്ത് കണ്ടിരിക്കാം. ഇനീഷ്യൽ കണ്ടീഷനിൽ എഫ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2.5 ആണ്. ന്യൂ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് 2.5നോട് 0.1 d കൂട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 2.6 അല്ലേ. സോ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 25 വരും. ഇവിടെ 10 ഡിവൈഡ് ബൈ 26 വരും. ഇതിനെ നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഡിവൈഡ് ബൈ 5 വരും. ഇവിടെയോ 5 ഡിവൈഡ് ബൈ 13 വരും. നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഈ വാല്യൂവിൽ 2 ബൈ 5 മൈനസ് 5 ഡിവൈഡ് ബൈ 13 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 5 അല്ലേ. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 26 മൈനസ് 25, അതായത് 1 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 13 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 5 വരും. സോ അടുത്ത സ്റ്റെപ്പിൽ ഈ 5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1 ഡിവൈഡ് ബൈ 26 എന്ന് വരും. 1 ഡിവൈഡ് ബൈ 26, 1/25 ആണെങ്കിൽ 0.04 ആണ്. അതിനോട് തൊട്ടെടുക്കുന്ന വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ വരിക ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റേ ഒപ്റ്റിക്സ്.